നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3, 2026 ചൊവ്വ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ ആദ്യ ആഴ്ചയിലെ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയിലേക്ക് പ്രവേശിക്കുകയാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഹൈ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് മുകളിലുള്ള താരിഫ് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നടപടികളുടെ പ്രഖ്യാപനം വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നത് തീപിടിപ്പിക്കുവാനും സാധ്യതയുണ്ട്. കാരണം ഇന്ന് വെളുപ്പിന് 2.25 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ മാത്രം ഏകദേശം 2.25% അഥവാ 721 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനിയും ഇന്ന് രാവിലെ 6:30 വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആവുമ്പോൾ വരുന്ന മാറ്റങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് ഇന്ന് വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ ഒത്തിരിയേറെ ട്രേഡേഴ്സ് അതിശക്തമായി തന്നെ കോൾ റൈറ്റിംഗും നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ന് വലിയൊരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ഷോർട്ടേഴ്സിനൊക്കെ ഹെവി ആയിട്ട് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. മാത്രമല്ല, ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ അഡീഷണൽ മാർജിൻസിന്റെ റിക്വയർമെന്റ് ഉള്ളതിനാലും കൂടാതെ അതിശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനായിട്ട് മാർക്കറ്റ് തയ്യാറായിട്ട് നിൽക്കുന്നതിനാലും ഇന്ന് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തലവേദന പിടിച്ച ഒരു ദിവസം തന്നെയായിരിക്കും. അതേസമയം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷങ്ങൾ നൽകുന്ന ഒരു ദിനം തന്നെയായിരിക്കും ഇന്ന്. കാരണം നിലവിൽ യൂണിയൻ ബഡ്ജറ്റും കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഒത്തിരിയേറെ കാലമായിട്ട് ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് നിലനിന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീൽ. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ലെങ്കിലും ചില അവകാശവാദങ്ങൾ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും വരികയുമുണ്ടായി. എന്നിരുന്നാൽ കൂടിയിട്ടും നിലവിൽ ഇന്ത്യയുടെ മുകളിലുള്ള 50% എന്ന താരിഫ് 18% കുറയ്ക്കുകയുണ്ടായി. കാരണം നിലവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ അറിയിപ്പ് പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നിർത്തിയെന്നും മാത്രമല്ല കൂടുതലായും US ക്രൂഡ് ഓയിലും എസ്പെഷ്യലി വെനിസുലയിൽ നിന്നും ഇന്ത്യ ഇനി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഓയിലിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട 25% പെനൽറ്റി താരിഫ് പരിപൂർണമായിട്ടും എടുത്തു കളഞ്ഞു. കൂടാതെ 25% ഉയർത്തിയ റെസിപ്രോക്കൽ താരിഫ് 18% കുറയ്ക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്ക് US 50% എന്ന നിലവിലെ താരിഫിൽ നിന്നും 18% കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ താരിഫിന്റെ പുതിയ പ്രഖ്യാപനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഉറപ്പായിട്ടും തീപിടിപ്പിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച F&O സെഗ്മെന്റിലുള്ള STT ഹൈക്കിന് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ജെഫ്രീസിന്റെ ഭാഗത്ത് നിന്നും വന്ന പോസിറ്റീവായിട്ടുള്ള കമന്റിനെ തുടർന്നു ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട മറ്റുള്ള കാരണങ്ങൾ മൂലവും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1832.46 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോഴും 2446.33 കോടി രൂപയ്ക്ക് ഈ മാസത്തെ ഫസ്റ്റ് ബൈയിങ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വരികയുമുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ നിലവിൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ വന്നതിനെ തുടർന്ന് അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെയും അഭിപ്രായ പ്രകാരം ഇന്ന് മാർക്കറ്റ് വർക്ക് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ആയതിനാൽ തന്നെ അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നുമില്ല. കാരണം ഇന്ന് മാർക്കറ്റ് ടെക്നിക്കലി ആയിരിക്കില്ല, സെന്റിമെന്റൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. ബജാജ് ഫൈനാൻസ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, വൺ മൊബിക്വിക്, ആദിത്യ ബിർള ക്യാപിറ്റൽ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപ് 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നതിന് ശേഷം ജനുവരിയിൽ ഇന്ത്യയുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ ഉയർന്ന തോതിലാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജനുവരിയിലെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ പോസിറ്റീവായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. കൂടാതെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും ജനുവരി മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. ഡിസംബറിൽ നിന്നും 4.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 52.6% ബെറ്റർ ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് PMI ഡാറ്റയാണ് US നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 9 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും റിസർവ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്
ഡിസിഷൻ വരാനിരിക്കുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 1:15 ഫ്രാൻസിൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയറിന്റെ റിലീസ് ഉണ്ട്. കൂടാതെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 യുഎസിൽ നിന്നും ഡിസംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡേറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിരുന്ന താരിഫുകളുടെ മുകളിൽ വെട്ടിക്കുറവ് വന്നതിനെ തുടർന്ന് ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ മികച്ച പ്രകടനവും കാഴ്ചവെക്കുവാൻ സാധിച്ചു. ആക്സിസ് ബാങ്ക് ADRന് 2.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 1.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം HDFC ബാങ്ക് ഇൻഫോസിസ് ADRകൾക്ക് 4.5%, ICICI ബാങ്ക് ADRന് 5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ വിപ്രോ ADRന് 6.25% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ചയായ നഷ്ടങ്ങൾക്കു ശേഷം ഇന്നലെ US മാർക്കറ്റില് S&P 500നും നാസ്ഡാക്കിനും 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് വെളുപ്പിന് 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ 721 പോയിന്റുകളുടെ അഥവാ 2.25% നേട്ടമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് റേഞ്ച് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മിക്കവാറും 3% അഥവാ 750 പോയിന്റുകൾക്കേറെ മുകളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. ഒരു പക്ഷേ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 2.5%, കൊറിയൻ മാർക്കറ്റ് 4.25% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ 4% അഥവാ $165 ഉയർച്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. ബ്രെന്റ് ക്രൂഡിന്റെ വില $66.04 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4,819 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് 0.93 എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് ബെയിൻ 25,050 എന്ന ലെവലിലും ഇന്നലെ കൈവരിക്കുവാനായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് പ്രീവിയസ് ഡേയുടെ ലോ നിഫ്റ്റിക്ക് ഡിഫെൻഡ് ചെയ്യുവാൻ സാധിച്ചു. തൽഫലമായി പോസിറ്റീവ് ബയാസിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ 200 EMAക്ക് മുകളിലായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും RSIയിൽ ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 39.2 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് ഒരുപക്ഷെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊന്നും വർക്ക് ചെയ്യുകയില്ലെങ്കിൽ കൂടിയിട്ടും ഇന്നലെ വരെയുള്ള ഡേറ്റകൾ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുക. മാത്രമല്ല ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ കാര്യമായ രീതിയിൽ തന്നെ മാറി മറിയപ്പെടുകയും ചെയ്യും. എന്നിരുന്നാൽ കൂടിയിട്ടും വീക്ക്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 24,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.83 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് പോസിറ്റീവ് ബയാസിനെയും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെയും സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. മാത്രമല്ല 100 EMA തിരിച്ചു പിടിക്കുവാനും ബാങ്ക് നിഫ്റ്റിക്കായി. എങ്കിലും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേയ്ക്കും ഷോർട്ട് ഡേ മൂവിംഗ് ആവറേജുകളായ 10-20 EMAകൾക്കും താഴെയായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ വരികയുണ്ടായി. RSIയിലും നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 43.34 എന്ന
ലെവലിലേക്കും എത്തിച്ചേർന്നു. നിഫ്റ്റിയുടെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഇന്ന് വലിയ തോതിൽ മാറി മറിയുമെങ്കിലും ഇന്നലെ വരെയുള്ള ഡാറ്റകൾ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 58,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,000 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ടും സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. UPL പ്രോഫിറ്റിൽ 52.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 12% വളർച്ചയും രേഖപ്പെടുത്തി. PB ഫിൻടെക് പ്രോഫിറ്റിൽ 165% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 37.1% വർധനവും രേഖപ്പെടുത്തി. ആഫീസ് സ്പേസ് സൊല്യൂഷൻസ് പ്രോഫിറ്റിൽ 42.7% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 20.2% വളർച്ചയും രേഖപ്പെടുത്തി. തെർമക്സ് പ്രോഫിറ്റിൽ 80.3% കുതിച്ചുചാട്ടം നടത്തിയപ്പോൾ റവന്യൂവിലും 4.2% വർധനവ് രേഖപ്പെടുത്തി. ഇൻഡസ് ടവേഴ്സ് പ്രോഫിറ്റിൽ 55.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 7.9% വർധനവും രേഖപ്പെടുത്തി. പ്രദീപ് ഫോസ്ഫേറ്റ്സ് പ്രോഫിറ്റിൽ 13% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 15.2% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ടാറ്റ കെമിക്കൽസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 53 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഈ ക്വാർട്ടറിൽ ലോസ് വർദ്ധിപ്പിച്ചുകൊണ്ട് 93 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. റവന്യൂവിലും 1.1% നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഏർത്ത് എനർജി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 197.8 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ ലോസ് കുറച്ചുകൊണ്ട് 84.6 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം റവന്യൂവില് 50.2% വർധനവും രേഖപ്പെടുത്തി. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് പ്രോഫിറ്റിൽ 21.3% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 19.6% വളർച്ചയും രേഖപ്പെടുത്തി. ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ചെന്നൈയിൽ 1,100 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നതിനായി കമ്പനി തമിഴ്നാട് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.